ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ കുറേ പർച്ചേസിങ് ഉണ്ടായിരുന്നു, അതിന് പോയി. പിന്നെ എന്താ പറയുക, വീട്ടിൽ കുറേ നേരം എൻ്റെ ഇഷ്ടത്തിനിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടായി. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം. അങ്ങനെ രാവിലെ പതിവ് പടി എണീറ്റു. നമ്മുടെ പുതിയ കാറ് നോക്കി നമ്മുടെ തോമുട്ടൻ എണീറ്റുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ പരിപാടി ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. രാവിലെ ഇന്ന് ഡിവൈൻ്റെ വക പുട്ടും മീൻകറിയായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മീൻകറി വെച്ചിട്ടുണ്ട് എന്ന്. പുട്ടും മീൻകറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒതുക്കി അത് സ്ഥാനങ്ങളിലാക്കി. എൻ്റെ മെയിൻ പണി ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അകത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികളാണ് നോക്കുന്നത്. ഞാനിപ്പോൾ അടുക്കും പെറുക്കുമായിട്ട് നീങ്ങിയൊക്കെ, കാരണം അല്ലാണ്ട് പറ്റണില്ല, എനിക്ക് അല്ലാണ്ട് സമയം കിട്ടണില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കി, കാരണം ഇന്നലെ രാത്രി അടച്ചിട്ട് പോയതല്ലേ. നോക്കിയപ്പോൾ ഓക്കെ ആയിൻ്റെ. അപ്പോൾ ഞാൻ ഇന്നലെ 8 പാക്കറ്റ് പാൽ അറിയാണ്ട് വന്നുപോയി. 4 പാക്കറ്റ് ഡാഡിയും കൊണ്ടുവന്നു, ഡാഡി കൊണ്ടുവന്നത് അറിയാണ്ട് ഡോണും കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും പാല് പിരിയും എന്ന് ഉറപ്പായി. കാരണം എങ്ങാനും ഫ്രിഡ്ജ് ശരിയായില്ലെങ്കിലോ വെച്ചിട്ട് ഞാൻ 2 പാക്കറ്റ് പാൽ ഓൾറെഡി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ കൊണ്ടുവന്ന് താഴെ കൊണ്ടുവച്ചു. പിന്നെ ബാക്കി കാപ്പി എടുത്തു. പിന്നെ ഇന്ന് രാവിലത്തോടു കൂടിയിട്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കൃത്യസമയത്ത് വന്ന് നന്നാക്കിയ കാരണം ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. അപ്പോൾ അത് പറഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കാര്യം. അപ്പോൾ അങ്ങനെ അപ്പാപ്പനും മക്കളും കൂടിയിട്ട് താഴെ ഇരുന്ന് കളിക്കണം. അപ്പോൾ ഇന്നൊക്കെ പാച്ചുവിന് വലിയ കുഴപ്പമൊന്നുമില്ല, പനിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ പനിയൊന്നുമില്ലെങ്കിലും ഇന്ന് അവന് പ്ലേ സ്കൂളിലേക്ക് വിട്ടില്ല. കാരണം ഇന്ന് ഡിംപിൾ പനക്കല്ലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുക. കാരണം നാളെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. പിന്നെ ആൻസർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അവിടെ വരുമ്പോൾ ഇതിൻ്റെ പ്രചരണത്തിൻ്റെ തിക്കും തിരക്കും കാരണം കാറും കൊണ്ടുവരാൻ പറ്റാണ്ട് പിന്നെ അവൻ ബുള്ളറ്റും രാത്രിയാകുമ്പോൾ സന്ധ്യാവുമ്പോൾ നേരത്ത് വന്നിട്ട് മടങ്ങി പോവുക ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 ആളും കൂടിയിട്ടുള്ള അപ്പാപ്പൻ്റെ കൂടെയുള്ള കളികളാണ് കേട്ടോ. തോമ ഓൾറെഡി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു. അങ്ങനെ അപ്പയുടെ കൂടെ അവൻ യാത്രയായി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഡിംപിളിന് കുറേ പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് ഞാനും പൊന്നും കൂടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് കണ്ടു നോക്ക്. അപ്പോൾ ഇൻഡസ്ട്രിന്ന് ഞാൻ ഒരു ഗിഫ്റ്റ്, അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഒരു ബാംഗ്ലൂർക്ക് പോകാനായിട്ട് പാത്രങ്ങൾ ശേഖരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നല്ല ഉപകാരമുള്ള പാത്രം നമ്മുടെ ഡിവൈൻ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി വാങ്ങിയിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ. അപ്പോൾ ഡിംപിള് കണ്ടിട്ടുണ്ടോ ആ പാത്രം? വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇപ്പൊ ഇൻഡസിന്റെ ആണ് കേട്ടോ ഞങ്ങൾ എല്ലാ പാത്രങ്ങളും വാങ്ങിക്കുന്നത്. അപ്പൊ ഇതാണ് സംഭവം. ഇങ്ങനെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മൾട്ടി കടായി വിത്ത് ലിഡ്. സൂപ്പർ സാധനം കേട്ടോ. നമ്മളെങ്ങനെയാ വെച്ചാൽ ഒരു വട്ടം വാങ്ങി ഉപയോഗിച്ചപ്പോൾ നമ്മൾക്കത് ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഡിംപിളിനും കൂടി ഇരിക്കട്ടെ ഒരെണ്ണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സംഭവം എല്ലാം കുക്ക് ചെയ്ത വീഡിയോ ഡിവൈൻ ഇട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് തുറന്ന പാത്രങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ കേട്ടോ. കടായി ബേസ്, കടായി ലിഡ്, 2 ഇഡ്ഡലി പ്ലേറ്റ്സ്, 2 ദോക്ല പ്ലേറ്റ്സ്, പിന്നെ ഒരു സ്റ്റീമിങ് പ്ലേറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവരുടെ പാക്കിംഗ് ആണ് കേട്ടോ, അടിപൊളിയാണ് പാക്കിങ്. നോക്കിയ പണി കണ്ടാ, ഇതാണ് അവരുടെ പാക്കിങ്. ഞാൻ വല്ലാണ്ട് കാണിക്കുന്നില്ല, കാരണം ഇവർക്കത് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട കാരണം ഞാൻ വല്ലാണ്ട് തുറക്കണില്ല കേട്ടോ. എവിടെ സാധനം എന്നാലും നിങ്ങൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതാണ് തുറന്ന പണി. ചെവിയിൽ പിടിച്ചു പോകും അങ്ങനെ. അപ്പോ നല്ല വെയിറ്റ് ഉള്ള പാത്രം, അത്യാവശ്യം വട്ടമുണ്ട്, നല്ല വട്ടവും നല്ല പോലെ ഉണ്ട്. ഇഡ്ഡലിയുടെ ഇതെങ്ങനെയാന്ന് തട്ടിന് നല്ല കുഴിയുണ്ട്, ഓട്ടയുണ്ട്. പണ്ടത്തെ പോലെ പരന്ന നല്ല സോഫ്റ്റ് ഇഡ്ഡലി വരും. 14 2 തട്ടുണ്ടാക്കിയ ഉഷാറായി. അപ്പൊ ഇതാണ് ഒരു സംഭവം വരണത്. ഇതെങ്ങനെയാന്നറിയോ, ഇത് മൂടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം കണ്ടോ. അതില്ലാതെ വേണമെങ്കിൽ വല്ല വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. വേറെ ഉണ്ട്, ഇതിന് തട്ടുകളുണ്ട്. തുറക്കും നമുക്ക് പാക്ക് ചെയ്ത് പിന്നെ ഒതുക്കി വെക്കല് ഞാൻ പിന്നെ ഒതുക്കിക്കോളാം. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെക്കട്ടെ ബോക്സിൽ. ഇനി ഇതില് ഈ ബോക്സ് പലതരം തട്ടുകള് ഡിവൈന് കാണാപ്പാടാ. ഞങ്ങളിവിടെ സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രം ആയതുകൊണ്ട് ഞങ്ങൾക്കിത് കാണാപ്പാടാണ്. ഇത് മറ്റേതൊക്കെ ഉണ്ടാക്കാന്നല്ലേ നമ്മളെ എന്തിട്ട് കിണ്ണത്തപ്പം പ്ലേറ്റ് ആടോ കണ്ടോ.
കിണ്ണത്തപ്പം നൂലപ്പം ഉണ്ടാക്കാം. അതെങ്ങനെയാന്ന് വെച്ചാൽ പിടിക്കാനും എടുക്കാനും ഒക്കെ മോമോസിന് ഓട്ടയുള്ള തട്ടുണ്ട്. ഇത് എടുക്കാനും എളുപ്പമാണ്, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. കണ്ടോ 3 ഇത് ഹോൾഡർ ഉണ്ട്. ഇത് 2 എണ്ണം ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്ത ബോക്സ് എടുത്ത മണി. ഈ തട്ടിലാണ് നമുക്ക് നൂലപ്പവും മോമോസും ഒക്കെ ഉണ്ടാക്കാം. വെജിറ്റബിൾസ് ഒക്കെ സ്റ്റീം ചെയ്യാൻ നല്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതെല്ലാം കൂടി ഒരെണ്ണം. നമുക്കൊക്കെ എങ്ങനെയാ വെച്ചാൽ പണ്ട് ഓരോന്നിനും ഓരോന്നാ. ഇഡ്ഡലി പാത്രം വേറെ, സ്റ്റീമർ വേറെ, കിണ്ണത്തപ്പം ഉണ്ടാക്കാം വേറെ, ഒക്കെ വേറെ വേറെ. നല്ല വട്ടമുണ്ട് കിണ്ണത്തപ്പത്തിന്റെ. ഒരൊറ്റ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഡിവൈൻ വാങ്ങിച്ചു കണ്ടപ്പോ എനിക്ക് തോന്നി നല്ല ഉപകാരമുള്ള പാത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ വലിയ പുട്ടിന്റെ ഒക്കെ ഞങ്ങള് ഡിമ്പിളിന്റെ മുനമ്പത്തേക്ക് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. വലിയ എത്ര പുട്ടുകൾ ഉണ്ടാക്കണം നമ്മള് വലിയതില്ലേ ഹോട്ടലിലത്തേക്ക് അങ്ങനത്തെ ഉണ്ടാക്കി കൊടുത്തയച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ബാംഗ്ലൂർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, അധികം ആളില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറുതോ ഒതുങ്ങിയതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇതാണ് ഇപ്രാവശ്യം ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ്. കൊല്ലങ്ങൾ ചെല്ലും തോറും ഗിഫ്റ്റിന്റെ എന്താ പറയാ സംഭവം കുറഞ്ഞല്ലേ വരിക, അതല്ലേ വേണ്ടു, അവർക്ക് അതല്ലേ വേണ്ടു. അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടാവും, തീർച്ചയായിട്ടും വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഡിസ്കൗണ്ട് വേണമെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡിൽ വാങ്ങിച്ചാൽ മതി. ഡെൻസി 12 എന്നാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പം ഇത് എല്ലാവരും ഓർഡർ ചെയ്യുക. ഇൻഡസ് വാലിയുടെ ആണ് കേട്ടോ. ഇൻഡസ് വാലിയുടെ നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ എല്ലാ പാത്രങ്ങളും ഇൻഡസ് വാലിയാണ്. ഇന്ത്യാസ് ഹെൽത്തി കിച്ചൺ വെയർ ബ്രാൻഡാണ് ഇൻഡസ് വാലി. അപ്പൊ ധൈര്യമായിട്ട് വാങ്ങിക്കുക. ഇതാണ്. ഇഷ്ടായോ? ഇന്നലെ കണ്ടതുകൊണ്ട് ഗുമ്മില്ല. പാത്രങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടൊക്കെ ഇൻഡസ് ആണ് കേട്ടോ. എല്ലാതും ഇൻഡസ് ആണ്. അപ്പൊ അങ്ങനെ ഞാനും ഡാഡിയും ഓച്ചുനിയും പാച്ചുനിയും കൊണ്ട് ഞങ്ങൾ പതുക്കെ പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ ആദ്യം പോയത് ജനറേഷനിലാണെങ്കിലും വീഡിയോ കാണുന്നത് ARK ആണ് കേട്ടോ. ARK എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈസ്റ്റ് ഫോർട്ട് ഉണ്ടല്ലോ, അതായത് കിഴക്കേ കോട്ട റിലയൻസ്, അതിൻ്റെ ആ കോർണറിൽ തന്നെ, ആ 4 കൂടിയ സെൻറ്ററിൽ ആ കോർണറിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ആ പൂക്കടയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു കൊച്ചു കടയാണ്. പക്ഷേ അവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഡിംപിളും ഡിവൈനും ഇടുന്ന നൈറ്റ് ഡ്രസ്സുകൾ, ഫ്രോക്കുകൾ, പ്രത്യേകിച്ച് ഡിവൈൻ്റെ എവിടെ നിന്ന് എടുക്കാറെന്ന് ചോദിക്കാറുണ്ട്. ഡിവൈൻ സാധാരണ കോട്ടയത്തു നിന്നാണ് എടുക്കാറ്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു ഞങ്ങൾ ഈ കട കാണാൻ കുറേ ലേറ്റായി. കാരണം നമ്മൾ പല സ്ഥലത്ത് പോയിട്ടും കിട്ടിയത് എടുത്ത് പോരുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും കൊണ്ട് വളരെ വില കുറവിൽ, വളരെയെന്ന് പറഞ്ഞാൽ വളരെ വില കുറവിലാണ്. പ്രത്യേകിച്ച് വണ്ണം കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ ഡ്രസ്സുകളുണ്ട്. ഏത് പാറ്റേൺ വേണമെങ്കിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാച്ചു പതിയുംപടി അതിൻ്റെ ഉള്ളിൽ തുണികളുടെ ഇടയിൽ ഒളിച്ച് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു മോനും ഒരു കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങളുടെ ആ പെരുമാറ്റം കൊണ്ടാണ് ഇവിടേക്ക് അധികം ആൾക്കാർ വരാമെന്ന്. കാരണം ഒരു മടിയില്ലാണ്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ട് കാണിച്ചു തരാനും, അവർ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് എടുക്കാണ്ട് പറ്റില്ല. ഇതൊക്കെ കുട്ടികളുടെയാണ്, അധികം വണ്ണമില്ലാത്ത കുട്ടികളുടെയാണ്. ഡിംപിളിനതൊക്കെ കണ്ടിട്ട് ശരിക്കും നല്ല കൊതിയായി. കാരണം അതുപോലെയുണ്ട് സെലക്ഷൻ. പക്ഷേ ഡിംപിളിനെ സംബന്ധിച്ച് ചില ഫ്രോക്കുകൾ ഇറക്കം കിട്ടണില്ല, കാരണം ഹൈറ്റുള്ള കാരണം. ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോൾഡർ കുറച്ച് ബ്രോഡായതുകൊണ്ട് ഷോൾഡറും പാകാവില്ല. എന്നാലും കുറേ വെറൈറ്റി എടുത്തു. പിന്നെ വിചാരിച്ചു നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ബാക്കി പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ആഴ്ചയൊക്കെ പോയിട്ട് ഓരോന്ന് എടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ആ പറഞ്ഞ മോനും കുട്ടി കേട്ടോ. അപ്പോൾ അവർ ഇഷ്ടം പോലെ ഒരു മടിയില്ലാത്ത രീതിയിലാണ് എടുത്തിട്ടത്. അപ്പോൾ ഡിവൈൻ പോയി വന്നപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ, നല്ല നല്ല സംഭവങ്ങളുണ്ട്, നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ട്, ഇങ്ങനെ നമുക്ക് പോയാൽ വീണ്ടും ഇടും. അപ്പം ഞങ്ങളിങ്ങനെ വെച്ചാൽ റിലയൻസിൽ കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്തായാലും റിലയൻസിലേക്ക് പോകണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോകുമ്പോൾ ബുദ്ധിമുട്ടാട്ടോ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ റിലയൻസിൽ പാർക്ക് ചെയ്തിട്ടാണ് നേരെ ഇവിടേക്കും വന്നു. അത് കഴിഞ്ഞ് തിരിച്ച് റിലയൻസിൽ പോയി സാധനങ്ങൾ വാങ്ങിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ മടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് പാർക്കിങ്ങിനും അസൗകര്യമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ആൻസന് എടുത്തതാണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യം ഓൾറെഡി ആൻസൻ്റെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇത് എന്താ പറയുക തെറ്റി എന്താ പറയുക എഡിറ്റ് ചെയ്തപ്പോൾ ഇന്ന് എനിക്ക് ഡിവൈനാണ് കേട്ടോ എഡിറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഡിവൈൻ അറിയില്ല ഞാൻ എവിടെ ആദ്യമൊക്കെ പോയി എന്നുള്ളത്. അപ്പോൾ ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരെ റിലയൻസിലേക്കാണ് പോയത്. അപ്പോൾ ഇതെന്തൊക്കെയോ കയറി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാനല്ല ചെയ്തേക്കണേ കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയിട്ടുള്ളത്. അപ്പോൾ ക്ഷമിക്കുക. അങ്ങനെ ഞങ്ങൾ റിലയൻസിലേക്കാണ് പോയത്. റിലയൻസിൽ പോയപ്പോൾ മുകളിൽ പോയപ്പോൾ നിറച്ച് സാധനങ്ങൾ ഇഷ്ടം പോലെ, പ്രത്യേകിച്ച്
എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ പാത്രങ്ങളില്ലേ, നമ്മളുടെ സ്റ്റീൽ പാത്രങ്ങൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, നല്ല പാത്രങ്ങൾ കേട്ടോ. കോഫി മേക്കർ അല്ല സോറി, ഫിൽറ്ററൊക്കെ ഉണ്ട്. ഫിൽറ്ററൊക്കെ 500 രൂപയാണ് ശരിക്കുള്ള വില. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. അതും വലുതാണ്, ചെറുതല്ല. എൻ്റെ കയ്യിലൊക്കെ വളരെ ചെറുതാണുള്ളത്, പണ്ടത്തെ അല്ലേ, എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തുള്ളതാണ്. പക്ഷേ ഇത് നല്ല വലുതാണ്, കണ്ടോ നിങ്ങൾ. ചോറും പാത്രം, 3 അടുക്കിൻ്റെ ചോറും പാത്രം ഒക്കെ ഉണ്ട്. ഒക്കെ വളരെ വില കുറവാണ് കേട്ടോ. വളരെ വില കുറവല്ല, ഒരെണ്ണത്തിന് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. അപ്പോൾ ഒരെണ്ണം വാങ്ങിക്കണമെന്നില്ല, ഒരെണ്ണത്തിൻ്റെ കാശ് കൊടുത്താൽ മതി. അങ്ങനെയാണ് കേട്ടോ. റിലയൻസിൻ്റെ മുകളിലത്തെ നിലയിലാണ് കേട്ടോ, ചെന്ന് കയറിനോടത്ത് തന്നെയാണ്. പിന്നെ താഴ്ത്തുനിന്ന് കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ പ്രത്യേകിച്ച് കുറേ സാധനങ്ങളൊന്നും വാങ്ങിക്കാണ്ടായിരുന്നില്ല. എനിക്ക് ജാഗറി പൗഡർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് കിട്ടാണ്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിത് റിലയൻസിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ പോയി. അവിടെ നിന്ന് നേരെ സാധാരണ നമ്മൾ കട്ടൻസിൽ കയറാറുണ്ട്. ഇന്ന് കട്ടൻസിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ ചെരുപ്പ് കടയിലേക്കാണ് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയിൽ ജനറേഷൻസ് വിട്ടുപോയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫസ്റ്റ് പോയത് ജനറേഷൻസ് എന്നുള്ള കടയാണ്. അതായത് വെസ്റ്റ് ഫോർട്ട് അല്ലേ, അല്ല കിഴക്കേ കോട്ട, ഈസ്റ്റ് ഫോർട്ട്, മറ്റേ എന്താ പറയുക, ബിഷപ്പ് പാലസിലേക്ക് പോകുന്ന ആ തിരിവിൽ റൈറ്റ് സൈഡിൽ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്ട്രാ സൈസ് ആൻസർ ഫുൾ അവിടെ നിന്നാണ് എപ്പോഴും കിട്ടുക. ട്രൗസേഴ്സ് ആയാലും ബനിയനുകളായാലും എത്ര വലിപ്പമുള്ളവർക്കുള്ള സംഭവങ്ങളും അവിടെ ഉണ്ട്. അവിടെ എക്സ്ട്രാ സൈസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറേ തടിയുണ്ട്, ഡ്രസ്സ് കിട്ടണില്ല എന്ന് വിചാരിക്കുന്ന ആൺകുട്ടികൾക്ക് ഉള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് പോകാൻ എനിക്ക് തോന്നുന്നു അത് ഇതിൽ വിട്ടുപോയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാനല്ല ചെയ്തതെന്ന്. അതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ മറ്റേ ചെരുപ്പ് കടയിൽ പോയി. അവിടുന്ന് പാച്ചൂട്ടനെ 2 ജോഡി ചെരുപ്പ് വാങ്ങി. അവിടെ നിന്ന് തന്നെ 1 ഗ്ലാസ് ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിച്ചു, കാരണം ഭയങ്കര ദാഹമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ഒരു 1 മണി 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാ. വീട്ടിലെത്തിയപ്പോഴേക്കും ഡിവൈൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് വേഗം മീൻ വറുക്കാനുള്ളത് എടുത്ത് വറുത്തു. സംഭവം കടല വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറയും ഇനിയിപ്പോൾ ആ നേരത്ത് കടല കാച്ചാനും എടുക്കാനൊന്നും നിൽക്കണ്ട, മീൻ വറുക്കാനായിട്ട് എപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഫ്രിഡ്ജിൽ എപ്പോഴും റെഡി ആയിട്ടിരിക്കണതാണ്. അപ്പോൾ പിന്നെ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് വേഗം വറുത്ത് ഞങ്ങൾ ചോറുണ്ട്. കാരണം ഊണ് കഴിഞ്ഞിട്ട് വേണമല്ലോ ഡിമ്പിളിനെ കൊണ്ടുവന്നാക്കാനായിട്ട്. മുനമ്പത്തേക്ക് ഡാഡിക്ക് പോയിട്ട് ഇരുട്ടാവണതിന് മുമ്പ് മടങ്ങി വരികയും വേണം, കാരണം രാത്രിയിൽ ഡാഡി അങ്ങനെ വണ്ടി എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് തോമോന് അവൻ അതിൻ്റെ ഇടയിൽ വീക്കെയറിലും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീക്കെയറിൽ കയറിയപ്പോൾ പാച്ചു തോനുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ജെംസിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് കൈ പിടിച്ചു. വളരെ കുഞ്ഞ് പാക്കറ്റ്, എന്നാലും അവനത് എടുത്ത് കൈ പിടിച്ചപ്പോൾ നമ്മൾ ഡിംപിൾ പറഞ്ഞു ചെറുതെങ്കിൽ ചെറുത്, അവൻ്റെ വിചാരം അത് ഭയങ്കര സംഭവമാണ്. അതെടുത്ത് കൈ പിടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ വീക്കെയറിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് കയറി ഞാൻ വേഗം മീൻ വറുത്തു. ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ച് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കണ്ടേ നമുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ. ഡേറ്റ്സൊക്കെ ഭയങ്കര വില കുറവായിരുന്നു. 100 രൂപ താഴെ വന്നിട്ടുള്ളൂ എനിക്ക്. നല്ല ഫ്രഷ് ഡേറ്റ്സ് തന്നെയാണ്. പിന്നെ എക്സ്പയറി കഴിഞ്ഞതൊന്നും അല്ല കേട്ടോ. ചിലർ വിചാരിക്കും ചില ദിവസം ഓഫർ ഉണ്ടാവും, അപ്പോൾ വാങ്ങിക്കണതാണ് കേട്ടോ. പിന്നെ നമ്മുടെ സോയാ ചങ്ക്സ്, പിന്നെ എന്നിട്ട് പറയുക ബിങ്കോ, ഇത് ഈ പറഞ്ഞ പോലെ മുകളിൽ കയറിയപ്പോൾ പാച്ചുട്ട ഫ്ലാസ്ക് നോക്കാനാട്ടോ മുകളിലേക്ക് പോയത്. ശരിക്കും പറഞ്ഞാൽ ഫ്ലാസ്ക് വാങ്ങിക്കാനാണ് പോയത്. അപ്പോഴാണ് ഇതേപോലെ പാച്ചുട്ടന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുള്ളത്, ഒരു ബോട്ടിൽ. അതുമ്മ പാച്ചുവിൻ്റെ ഫോട്ടോ ഒക്കെ ആയിട്ടുള്ള ഒരു ബോട്ടിൽ. ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയല്ലോ, അപ്പോൾ അവന് ഗിഫ്റ്റ് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മളുടെ പുതിയ കളക്ഷൻസാണ് കേട്ടോ. കമ്മലുകളും കാര്യങ്ങളൊക്കെയാണ്. കുറേ തരം ജിമിക്കികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് വീഡിയോ ഫോട്ടോസ് ഇത്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞാനല്ല എഡിറ്റ് ചെയ്തേക്കണത്. അപ്പോൾ അതിൻ്റെ പേരിൽ വന്ന് പെട്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ അത് എന്താ പറയുക, ഞാൻ സാധാരണ ഇടാറുണ്ട്, ആ കൂട്ടത്തിൽ അങ്ങോട്ട് കൂട്ടുക. ഇത് പ്ലേറ്റ് ചെയ്യാത്ത ജിമിക്കികളാണ് കേട്ടോ. അപ്പോൾ ഇത് ഏതെങ്കിലും ഡിസൈൻ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ ഒച്ചു ഡ്രസ്സ് ഒക്കെ മാറി കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി ഹൈ ചെയർ വാഷ് ചെയ്ത് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി അപ്പോൾ അവൻ അതൊക്കെ പാക്ക് ചെയ്ത് കാറിൽ കയറ്റി. അപ്പോൾ ഒച്ചുവിന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അത് ഡിവൈൻ അത് എടുത്തു കൊടുത്തു. ഇതിപ്പോൾ അച്ചുവിനെ റെഡിയാക്കുകയാണ് ഡിവൈൻ ആൻറ്റിയിട്ട്. അപ്പോഴേക്കും ഡാഡി പോയിട്ട് തോമുവിനെ കൊണ്ടുവന്നു. കാരണം ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ തോമുവിനെ കൊണ്ടുവരണമെങ്കിൽ ഡോൺ എറണാകുളത്ത് പോയേക്കാണ്, ആകെ ചുറ്റും. അപ്പോൾ തോമുവിനെ വേഗം കൊണ്ടുവന്ന് പാച്ചുവിനെ റെഡിയാക്കി യാത്ര അയക്കാണ് കേട്ടോ ഞങ്ങൾ.
അപ്പോൾ എനിക്ക് തോന്നുന്നു 4-4:30 കൂടിയിട്ട് ഓച്ചും പാച്ചും കൂടിയിട്ട് പോയി തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട് വീണ്ടും ഉറങ്ങി. അപ്പോൾ നമ്മുടെ യൂസർ ചേച്ചി പറയും എന്നാൽ പിന്നെ ഉറങ്ങാണ്ടിരിക്കാനായിട്ട് ഡിമ്പിളിനെയും പാച്ചുവിനെയും ഇവിടെ നിർത്തിക്കുമോ എന്ന് പറയും. കുട്ടിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കമൻസ് ഇടാൻ പറ്റില്ല. കമൻസ് ടേൺഡ് ഓഫ് ആയ കാരണം അത് ഞാൻ അവരുടെ വിചാരം അവരെ പേടിച്ചിട്ടാണ്, അതൊന്നും അല്ല കേട്ടോ. കുട്ടികളുടെ കുറേ സംഭവങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂട്യൂബിൽ നിന്ന് തന്നെ കമൻസ് ടേൺ ഓഫ് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക അങ്ങനെ നമ്മളായിട്ട് ചെയ്യുന്ന സംഭവമല്ല കേട്ടോ. ഞാനത് പറയാം. കുറേ കുട്ടികൾ എന്നോട് പ്രൈവറ്റായിട്ട് വന്ന് ചോദിക്കും, പേഴ്സണലി ചോദിക്കും, എന്ത് പറ്റി ആൻറ്റി എന്തിനാ അങ്ങനെ കമൻറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ ചെയ്യണതല്ല കേട്ടോ മക്കളെ. അത് ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഞാൻ ഈ ചാക്കോച്ചൻ്റെയൊക്കെ കുറേ കാണിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ ബെയർ ബോഡി ആകുമ്പോൾ അങ്ങനെ കുട്ടികളുടെ സംഭവങ്ങൾ വരുമ്പോൾ അവർക്ക് അത് മാക്സിമം അത് കട്ട് ചെയ്യല്ല, കമൻസ് ഓഫ് ചെയ്യും. അതാണ് കേട്ടോ കാര്യം. അപ്പോൾ ഇത് ഡിംപിളും യാത്ര പറഞ്ഞതാ ഇറങ്ങി. പാച്ചുവിനെ ഉറക്കം വന്നു തുടങ്ങി, ശരിക്കും ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ അവർ അവിടെ ഫസ്റ്റ് ഷോയ്ക്ക് അങ്ങോട്ട് പോകാനായിട്ട് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആവേശം കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം അവിടെ കൊണ്ടുവന്ന് ഡിംപിളിനെ എത്തിക്കുകയും വേണം. പാച്ചുവിനപ്പോൾ തോമുവിന് ഓച്ചുവിൻ്റെ കൂടെ പോകണം, ഡിംപിളിനെ വിളിക്കുക, ഡിംപിളിൻ്റെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അവനെ മൈൻഡൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഗേറ്റ് തന്നെ അടക്കി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓച്ച് പോയി. ചാക്കോച്ചൻ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഓച്ച് പോണതോ എടുക്കണതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റാതെ. പിന്നെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഡിവൈൻ്റെ വീഡിയോയിലുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് മടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ പറയുക, അപ്പോൾ അമ്മയും മക്കളും ഞാൻ മുകളിലേക്ക് കയറ്റി. കാരണം ഡിവൈൻ എളുപ്പമല്ല 2 കുട്ടികളെയും കൊണ്ട് എന്താ പറയുക, തോമും കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ച് അവനറിയില്ലല്ലോ. അപ്പോൾ ആകെ കൂടെ ഒരു ബഹളമാണ്. അപ്പോൾ 2 ആളെ ഉറക്കാണ്ട് നോക്കുക വേണം, എന്നാലേ രാത്രി തോമ് നേരത്തെ ഉറങ്ങുള്ളൂ. ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോഴാണ് മുമ്പിൽ ആ വീട്ടിൽ എപ്പോഴും വർത്താനം പറയട്ടോ ഡിവൈൻ. അപ്പോൾ ഡിവൈൻ അവിടം വരെ ഒന്ന് പോയി തിരിച്ച് വന്നു. അത് കഴിഞ്ഞ് അവർ കിടന്നോട് കൂടിയിട്ട് ഞാൻ പതുക്കെ അടുക്കളയിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികൾ 3 ആളും കൂടി ഉള്ളപ്പോൾ എൻ്റെ എല്ലാ പണികളും ചുറ്റും. അപ്പോൾ ഇന്നിപ്പോൾ ഇവർ കയറിയോട് കൂടിയിട്ട് വീണ്ടും വീട് അനക്കല്ലാണ്ട് ഈ ഡാഡിയും ഇല്ലല്ലോ, ഡാഡിയും പോയേക്കല്ലേ. അങ്ങനെ ഞാൻ ഡിംപിളുടെ റൂം ഒതുക്കാനായിട്ട് കിടന്നപ്പോൾ ഡിംപിൾ ഓൾറെഡി നിങ്ങൾക്കറിയാം എപ്പോൾ പോകുമ്പോഴും മുഷിഞ്ഞത്, പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് കളയുക, ബാത്റൂമിലത്തെ ബക്കറ്റ് കമത്തി വയ്ക്കുക, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഡിംപിൾ പോവുക കേട്ടോ. എന്നാലും ഞാനൊന്ന് കയറി നോക്കും എന്തെങ്കിലും എനിക്കായിട്ട് ചെയ്യാനുണ്ടോയെന്ന്. അപ്പോൾ നോക്കുമ്പോൾ കംപ്ലീറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ പോവുക. അപ്പോൾ പോണ നേരത്ത് മോൻ്റെ ഡയപ്പർ മാറേണ്ടി വന്ന് അതും ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് മൂപ്പര് പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിംപിൾ വരുമ്പോഴും പോകുമ്പോഴും എനിക്ക് യാതൊരു ടെൻഷനുമില്ല. അവളുടേതായ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്തിട്ട് പോകും. അത് മുനമ്പത്തായാലും അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് പോരിനോട് കൂടിയിട്ട് റൂമൊക്കെ തുടച്ച് വൃത്തിയാക്കി, ഡ്രസ്സുകളൊക്കെ അലക്കി, ഉണക്കാനുള്ളത് ഉണക്കി, മടക്കാനുള്ളത് മടക്കി എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ മറ്റേ ചാർജർ മാറ്റിയപ്പോൾ തിരിച്ച് ഇത് കുത്തിയിട്ടില്ല എന്ന് മാത്രം, അല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ഞാൻ റൂമൊക്കെ ഒന്ന് നോക്കി, നമ്മളുടേതായ ഒരു നോട്ടം ഉണ്ടാവുമല്ലോ, നോക്കി അങ്ങനെ പോയി. ഇന്ന് രാത്രിയൊക്കെ ഞാനും ഡാഡിയും അവിടെ തന്നെയാണ് കിടക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ അന്തോണീസ് പുണ്യാളുടെ പുതിയ രൂപം വെച്ചിട്ടുള്ളതാണ് നമ്മളുടെ മെഡിസിൻ്റെ ആ ടേബിളിൻ്റെ മുകളിൽ കേട്ടോ. മെഡിസിൻസൊക്കെ വയ്ക്കുന്ന ആ ടേബിളിൻ്റെ മുകളിൽ. അപ്പോൾ എന്താ പറയുക, അവിടെയും ഒക്കെ നോക്കി ഒക്കെ ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി അടുത്തത് അടുക്കളയിലേക്ക് കിടക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊന്ന് ഞാൻ വാങ്ങിച്ച പുതിയ ഒരു പാത്രമാണ് കേട്ടോ. 2 പേർക്കും തോമുനും പാച്ചുവിനും വാങ്ങിച്ചതാണ്. പിന്നെ അപ്പോഴാണ് എനിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. നമ്മളുടെ ഗ്രൂപ്പിൽ ഒരു മോളുണ്ട്, ആ മോൾക്ക് ചാനലൊക്കെ ഉണ്ട്, ജോർദാൻസ് എന്ന് പറഞ്ഞിട്ട്, ജോർദാൻസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ആ മോൾക്ക് നഴ്സറി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് ചെടികൾ അയച്ചു തന്നതാട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ വർത്തമാനത്തിൽ എനിക്ക് ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മോള് സർപ്രൈസായിട്ട് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ ഈ ചെടി. അങ്ങനെ ഭയങ്കരമായിട്ട് നല്ല പാക്കിങ്ങും എന്തെന്നാ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായി. 12 വെറൈറ്റി ചെടിയുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനതൊക്കെ വെള്ളത്തിൽ വെച്ചേക്കാണ്. അപ്പോൾ അങ്ങനെ കുറേ പാടുപെട്ടിട്ടാണ് ഞാൻ ശരിക്കും അത് തുറന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടാണ് ഇത് മുഴുവൻ തുറക്കണത്. കാരണം ഡിവൈൻ ഓൾറെഡി കിടന്നുണ്ടായിരുന്നു കുട്ടികളെയും കൊണ്ടേ. അപ്പോൾ അല്ലെങ്കിൽ ഡിവൈൻ എടുത്ത് തരും കേട്ടോ, എനിക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ആയതുകൊണ്ട്
എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തന്നെയാണ് ചെയ്തത്. ഡിമ്പിളും ഇല്ലല്ലോ. അപ്പോൾ എന്നാലും നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെയാണത് ചെയ്തത്. അങ്ങനെ 12 കണ്ടു, ഭയങ്കര പാക്കിംഗ് ആയിരുന്നു. 12 ചെടി ഇങ്ങനെ പേപ്പറിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണണം കേട്ടോ, പൊതിഞ്ഞിട്ട് ഇൻസുലേഷൻ വെച്ച് ഒട്ടിച്ച്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ ഇത് വെച്ച് ഒന്ന് കീറിയാൽ മതിയല്ലോ. കീറി കഴിഞ്ഞാൽ പിന്നെ ആ ചെടിയുടെ ആ നനവോട് കൂടി ആ പേപ്പറിൽ ഒരു ചെറിയ നനവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും വാടിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും എനിക്ക് തോന്നുന്നു മിനിഞ്ഞാന്നാന്ന് തോന്നുന്നുണ്ട് എന്നോട്, ചൊവ്വാഴ്ച അങ്ങോട്ടാണ് ഞാൻ ആൻറ്റി അയക്കാണ് കേട്ടോ എന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നൊക്കെ ആയപ്പോഴേക്കും കറക്റ്റ് ആ വെള്ളത്തിൻ്റെ ഒരു കുതിർന്നതുണ്ടല്ലോ, അത് പേപ്പറിലായിട്ട് ഒരു ഈർപ്പം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മറ്റേ മഴയത്ത് വരുന്ന ആ മണ്ണിൻ്റെ ഒരു മണമുണ്ടല്ലോ, ആ മണമായിരുന്നു ഇത് ഓപ്പൺ ചെയ്തപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു കോട്ടയത്തുള്ള മണ്ണാണിപ്പോൾ എൻ്റെ ചട്ടിയിലുള്ളിലുള്ളത്. എല്ലാത്തിൻ്റെയും മണ്ണ് കുറച്ചപ്പോൾ കുറച്ച് മണ്ണുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും ചെടികളുണ്ടായിരുന്നു കേട്ടോ. 12 പാറ്റേൺ ഇപ്പം ചെടിയുണ്ട്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിടക്കണതിൻ്റെ മുമ്പായിട്ട് ഇതിൻ്റെ ഫോട്ടോസ് എടുത്തു. പക്ഷെ അപ്പോഴേക്കും എങ്ങനെയാ വെച്ചാൽ ഓൾറെഡി എഡിറ്റ് ചെയ്ത് എനിക്ക് ഡിവൈൻ ഇത് എഡിറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ആ ഇടയിൽ ജോയിൻ ചെയ്യേണ്ട സംഭവങ്ങൾ ഇനി എങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് പോയാലോ എന്ന് വെച്ചിട്ട് ഡിവൈൻ അത് ചെയ്ത് തന്നിട്ടൊക്കെ കിടന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ 10:30 ആയപ്പോഴേക്കും നമ്മൾ എന്താ പറയുക ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴും വേഗം കൺക്ലൂഷൻ എടുക്കുക ചെയ്തത് കേട്ടോ. അതുകൊണ്ട് സാധാരണ ഞാൻ ചെയ്യുന്ന രാത്രി പരിപാടികളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ ജാഗറി പൗഡർ, ഇതാണ് കേട്ടോ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ജാഗറി പൗഡർ. ഇത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഭയങ്കര ക്ലീനാണ്. നേരിട്ട് പൊടി നമ്മൾക്ക് ശർക്കര കാപ്പിയോ അല്ലെങ്കിൽ പായസമൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക അലിയിച്ചിട്ട് അരിക്കേണ്ട കാര്യമില്ല. ഞാൻ സംഭവം അരിക്കാറുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അരിച്ചാലും ഒന്നും ഉണ്ടാവില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ളത് പാരീസിൻ്റെയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെയാണ് നമ്മൾ ഷുഗർ ഫ്രീയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് 55 രൂപയാണ് 1 കിലോന്. അതത്ര വലിയ വിലയൊന്നുമല്ല കേട്ടോ. ഭയങ്കര ക്ലീനായിട്ട് എന്താ പറയുക നേരിട്ട് ഉപയോഗിക്കാം നമുക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ബെല്ലമൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കിയിട്ട് അലിയണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതാകുമ്പോൾ 1 സ്പൂൺ ഇങ്ങനെ ഇട്ടാൽ മതി. ഇത് തന്നെയാണ് നമ്മളുടെ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ഇത് തന്നെയാണ്. ഇതാണ് ബെല്ലച്ചി പ്രാവശ്യം ഡിവൈൻ വാങ്ങിക്കൊണ്ടത്. ഇത് ജാഗറി പൗഡർ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിടാനായിട്ട് ആ ചെപ്പ് എടുത്തപ്പോഴാണ് ഞാൻ ഓർത്തേ എല്ലാത്തിൻ്റെയും പേരൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം വീട് മാറുന്ന സമയത്ത് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ കുറേ വർഷമായില്ലേ, അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കയ്യോടെ അതങ്ങടെ ചെയ്യാം, ഏതെങ്കിലും ഒരു പണി അങ്ങടെ അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സ്റ്റിക്കർ എടുത്തു. അപ്പോൾ കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിക്കാമെന്ന്. എനിക്ക് തോന്നുന്നു പേപ്പർ മാർട്ട് അങ്ങനെ മറ്റേ A4 പേപ്പർ അങ്ങനെയൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ സ്ഥലത്ത് നിന്നാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇത് വാങ്ങിക്കുക. അപ്പം ഞാൻ അതെപ്പോഴും ഇവിടെ എൻ്റെ കയ്യിൽ സ്റ്റോക്കാണ്. കാരണം നമ്മളുടെ കുപ്പികളുമേ എപ്പോഴും പോണത്, പിന്നെ നമ്മളുടെ ഓർണമെൻറ്റ് ബോക്സും ഒട്ടിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഈ സ്റ്റിക്കേഴ്സ് എപ്പോഴും ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കയ്യോടെ അതൊക്കെ ഒന്ന് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാതും എടുത്ത് അതാദ്യമേ ഒട്ടിച്ചു. അപ്പോൾ നമ്മളുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്നൊരു സംഭവമാണ് കൊണ്ടാട്ടം. പിന്നെ മുഴുവൻ മിളക് നമ്മൾ കൂട്ടാൻ കാച്ചാനും ഒക്കെ കാപ്പിപ്പൊടി, പിന്നെ നമ്മുടെ ചായപ്പൊടി, പിന്നെ ബെല്ലത്തിന് പൊടിയാണ്, മറ്റേ അച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ നമ്മുടെ ഗരം മസാല, പിന്നെ നമ്മുടെ കുത്തിപ്പൊടി, തൃശ്ശൂർക്കാരുടെ സ്വന്തം കുത്തിപ്പൊടി. തൃശ്ശൂർക്കാർക്ക് കുത്തിപ്പൊടി ഇല്ലാണ്ട് ഒരു ഉപ്പേരി ഇല്ല എന്ന് പറയാം. പിന്നെ ഉപ്പ്, ഇതാണ് ആ ഒരൊറ്റ റൂലുള്ളത്. അപ്പോൾ ഞാൻ വേഗം അതിൽ എല്ലാതും ഒട്ടിച്ച് ഒക്കെ എഴുതി അതിനകത്ത് വെച്ചു. അപ്പോൾ ഇതിങ്ങനെ എഴുതുമ്പോൾ എനിക്ക് അപ്പം ഓർമ്മ വരെ എൻ്റെ രണ്ടാമത്തെ ചേച്ചീനെ, അതായത് അക്കി. ഇപ്പോൾ ചേച്ചീനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ചേച്ചിയാണ് സാധാരണ എല്ലാത്തുമ്മയും പണ്ട് തൊട്ടേ ഉള്ള സ്വഭാവം. ഞങ്ങളുടെ വീട്ടിൽ കണ്ണംകുളങ്ങരയിലായിരിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ ഓരോ ചെപ്പുമ്മയും പേരെഴുതും. അതിങ്ങനെയൊന്നും അല്ല എഴുതുക, ആൾ റെഡിമെയ്ഡ് പ്രിൻ്റ് ചെയ്യിച്ചിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ എനിക്ക് കുറച്ച് ഇതുപോലെ പ്രിൻ്റ് ചെയ്തത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ അടുക്കളയിൽ ഇരിക്കുന്നില്ലേ നീല, അത് അക്കിയുടെ പണിയാണ് കേട്ടോ. അക്കിയാണ് അത് അങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. പോൾസേട്ടൻ വാങ്ങിക്കൊണ്ട് കൊടുക്കുക, നേരെ കൊണ്ടുവന്ന് ഒട്ടിച്ചാൽ മതി, ഇങ്ങനെ എഴുതൊന്നും വേണ്ട. അങ്ങനെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ചെന്നപ്പോഴാണ് ആളുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് തന്നത് വെച്ചിട്ട് ഞാനത് അവിടെ ഒട്ടിച്ചു. പക്ഷെ അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ മസാലയുടെ സംഭവങ്ങളൊക്കെ കണ്ടോ, ഇത് ഇങ്ങനെ നീല, ഇത് ഓൾറെഡി എഴുതിയിട്ടുള്ള സ്റ്റിക്കറുകളായിരുന്നു. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബോക്സ് ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ അപ്പുറത്ത് ഓൾറെഡി ഞാൻ മുമ്പ് ഒട്ടിച്ച വൈറ്റ് സ്റ്റിക്കർ അപ്പുറത്തുണ്ട്. അപ്പം ഞാൻ എന്ത് കാണിച്ചു, ഇതിൻ്റെ ഒപ്പം ഇരിക്കണമെങ്കിൽ ഇങ്ങോട്ട് തിരിച്ച് വെച്ചാൽ നമ്മൾ പറയില്ലേ ഡബിൾ സൈഡ് യൂസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ 2 in 1 ആണ്. അപ്പുറത്ത് എഴുതിയ അതേ സംഭവം ഞാൻ ഈ വെള്ളയമ ഇപ്പുറത്ത് എഴുതി. കാരണം അക്കി തന്നപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളം അവിടെ വെച്ചിട്ട് മുകളിൽ കൂടി അല്ല, കാരണം ഇത് നേരിയതാണ്.
അപ്പോൾ ഞാൻ ഇപ്പുറത്താണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതേ കണ്ടോ, ഒറ്റ റോല് ഒരുപോലെയായി. അപ്പോൾ മൊത്തം ഒരുപോലെ. അപ്പോൾ ഞാൻ ഈ സമയത്തൊക്കെ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചില സമയത്ത് എനിക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞേ പണികൾ എടുക്കുമ്പോഴാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇത് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ പഴയ ഓർമ്മകളും സംസാരവും ഒക്കെ ആയിരുന്നു. ഇതിപ്പോൾ മറ്റേ സോയാ ചങ്ക്സാണ്. 51 രൂപ എത്രയോ പൈസയാണ് കേട്ടോ ഇതിന്. അതായത് 50 രൂപ കൂട്ടിക്കോ, 50 രൂപ കൂട്ടിയാൽ മതി, വേണ്ട 52 രൂപ കൂട്ടാം. ഇങ്ങനെ 2 ഫുൾ ബോട്ടിലും പിന്നെ അരയും, അങ്ങനെ ശരിക്കും 5 പോർഷനിൽ ഉണ്ടാക്കാവുന്ന സംഭവം. അപ്പോൾ അതായത് ഒരു പ്രാവശ്യം നമ്മൾ കറി വയ്ക്കുമ്പോൾ 10 രൂപയുടെ സംഭവമേ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ സോയ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അത് ഫ്രൈ ചെയ്യാം, പല രീതിയിൽ നമുക്ക് പല തരം വിഭവങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെയാണോ മിനിയാന്നാണോ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സമോസ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ഒരുങ്ങിയതാണ്. പക്ഷേ നടന്നില്ല. അങ്ങനെ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി വിട്ടു. പിന്നെ ഇപ്പോൾ ഇന്നാണ് ഞാൻ അതെടുത്ത് ചെയ്തത് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മറ്റേ ജെൻസിൻ്റെ ബ്രേസ്ലെറ്റ്സാണിത്. അപ്പോൾ അത് ഞാൻ 1-2 പേർക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കാണിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചാക്കോച്ചൻ കോണിയും ഇരുന്നിട്ട് ഒഴുകണു. അവനിപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇപ്പം ഇറങ്ങി ഓടണം, അങ്ങനെയാണ് ഇപ്പോൾ അവൻ്റെ അവസ്ഥ. രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ചപ്പാത്തിയും ഡിവൈൻ്റെ ചിക്കൻ കറിയായിരുന്നു, നല്ലൊരു കറിയായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പോൾ നേരത്തോടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന്, ഡിവൈനെ എഡിറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നേരത്തോടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ സംഭവം ഇത്തിരി നീണ്ടു പോയെങ്കിലും നിങ്ങളൊക്കെ ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. അപ്പോൾ ഒരു വീഡിയോ കൂടി ഇന്നുണ്ട് കേട്ടോ, ഡിംപിളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചുള്ള ഒരു വീഡിയോ.